അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലധികമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒരു പുതിയ വർക്കിന് കയറി ഫുൾ ടൈം ബിസി ആയിപ്പോൾ എനിക്ക് തീരെ സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒന്നിനൊന്നിനും സമയം കിട്ടില്ല. കാരണം കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെന്താ വീഡിയോ അപ്ലോഡ് ചെയ്യുക, എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയം കിട്ടാനുള്ള കുറച്ചായിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ പറഞ്ഞ മാതിരി ജോലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം തിരക്കിലാണ്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് ഒരു ഒഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോങ് വീക്കെൻഡാണ്, താങ്ക്സ് ഗിവിങ് ഡേ ആണ് കാനഡയിൽ. അപ്പോൾ താങ്ക്സ് ഗിവിങ് ഡേൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ, എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം കാനഡയിൽ ഓൾറെഡി ഫാൾ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഫാൾ സീസൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ സമ്മർ കഴിഞ്ഞ് ഈ മരങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഫുള്ള് കളറ് മാറി നല്ല ഭംഗിയിൽ കളറ് മാറിയിട്ട് ചുവപ്പും മഞ്ഞയും അങ്ങനെ പല രീതിയിലുള്ള നല്ല നല്ല കളറുകളിലേക്ക് മാറിയാണ്ട് നല്ല ഫാൾ സീസൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സീസൺ കഴിഞ്ഞാൽ വിൻ്ററിലേക്ക് പോകും. ഇപ്പോൾ പതുക്കെ തണുപ്പായി വന്നതാണ് ഞാൻ ഈ ഹുഡിയൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് നാഷണൽ പാർക്കിലേക്ക് പോയിട്ട് അവിടുത്തെ ചെറിയ വിഷ്വൽസ്, കുറച്ച് നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ കാണിച്ചു തരാം, ഫാൾ സീസണിൻ്റെ കളേഴ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി കാണിച്ചു തരാം എന്നുള്ളതാണ് വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പാർക്കിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഞാൻ അവിടെ കേട്ടെ, ഹോർലിക്സ് ആണോ ഓക്കെ, മറ്റേ പ്രോട്ടീൻ പൗഡർ ടേസ്റ്റിന് വേണ്ടിയിട്ട് അൺഹെൽത്തി സാധനങ്ങള് ഫുള്ള് അൺഹെൽത്തി ആണ്, ഫുൾ ഷുഗർ ആണ് ഹോർലിക്സിൽ. നമുക്കറിയാം. ഞാൻ അവരോട് പറഞ്ഞ് അനക്ക് ബിരിയാണി ഇല്ലേ, പൂച്ചിയാ മതി, നമുക്ക് നടക്കാൻ മനസ്സിലായോ ഞാൻ പറയുന്നത്. അതായത് അന്നെ മാനിപ്പുലേറ്റ് ചെയ്തത് ഈ പറഞ്ഞ ഇവനെ പോലത്തെ ആൾക്കാർ എന്താ പറയുക, മാനിപ്പുലേറ്റ് ആയിക്കുന്നത് ഈ ഹോർലിക്സ് പറഞ്ഞ സാധനം. ഈ ഹോർലിക്സ് പറഞ്ഞ സാധനം ഇത് രണ്ടും ഓക്കെ. ഫുഡ് ഓക്കെ, കുട്ടൻ ബിരിയാണി, എൻ്റെ കുറ്റിച്ചിറ ബിരിയാണി എപ്പോഴാണ് വരിക? കാനഡയിൽ നിന്ന് കണ്ടോളി, ഇറച്ചിയും പോളി, കുട്ടൻ ബിരിയാണി, എഗ് ദോശ, സ്ട്രിക്റ്റ് ഡയറ്റ്. ഇവിടെ കച്ചറയാണ്, പേരും കച്ചറ. ഹോർലിക്സ് കുടിച്ചാൻ പറ്റൂല, ചായ കുടിച്ചാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ്ട് പേരും കച്ചറ. ഞാൻ കേക്കുണ്ട്, ഞാൻ ഫുള്ള് കേക്കുണ്ട്. ഈ പറഞ്ഞ വൈറ്റമിൻ ഡി സി എന്ന് പറഞ്ഞുള്ള സാധനമാണ് ഈ പെപ്പർ. എ ബി സി എന്തോ പറഞ്ഞ സാധനമാണ് ഈ പെപ്പർ. തെയ്യത്തിന്റെ ടോപ്പിക്ക് മാറ്റില്ല, വേറെ വിഷയം. ഓക്കെ, അപ്പൊ എന്റെ കുറ്റിച്ചിറ വന്നു. ഓക്കെ, താങ്ക് യു. സ്പൂൺ ഇട്ട് തിന്നോളൂ അല്ലേ? ഓക്കെ, ഇവിടെ തെയ്യത്തിന്റെ വിഷയം. ഓക്കെ, ശരി, തൊള്ള പൂട്ടി വെച്ചുട്ടോ ആർഗ്യുമെന്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ഏതായാലും ഫുഡ് വെച്ച് തീരണം കേട്ടോ, എന്നിട്ട് അടുത്ത പരിപാടി പിടിച്ചാൽ. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. കുറ്റിച്ചിറ ബിരിയാണിയിലെ പായസം എന്താ വർത്താനം നിന്ന് നിങ്ങളെ പേരും വർത്താനം കച്ചറയും ഫുഡുകൾ വന്നപ്പോ വർത്താനം നിന്ന് ഇതിന്റെ കാര്യം പറയുമ്പോ പേടിച്ചു. ഓക്കെ, അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോണ സ്ഥലം കാണിച്ചു തരട്ടെ. ഇനി കിടുക്കച്ച സ്ഥലമാണ്. ബേക്കിൽ അസാഡ മെസ്സി ചോദിച്ചുകൊണ്ട് അവിടെ കച്ചറ, അപ്പുറത്ത് ക്രിസ്ത്യാനോ. ഓക്കെ, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇന്ന് ഈ റൂട്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ, എല്ലാവരും റോക്ക് പാർക്ക് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, വണ്ടികൾ പോകണൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാർക്കം റീജിയൻ, ഐ മീൻ യോർക്ക് റീജിയനിലെത്തി, സിറ്റി ഓഫ് മാർക്കം. റൂട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ടഫ്. ഹിറ്റ്ലറിനും ഫാൻസോ? ഓക്കെ, ഈ റൂട്ട് നല്ല രസമാണ് കാണാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയ
നൈസാണ്. ജിനോ ഈ നെയ്ബർഹുഡ് നോക്കിക്കോ. വാടി മരങ്ങൾ നോക്ക്, 2 സൈഡിലെ മരങ്ങള് ഏതാ ബ്യൂട്ടി. ഓക്കെ അയ്യോ എടാ അതിന് തിരിയണ്ടേ സുധന്റെ അടുക്ക്? ഓക്കെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാലോ? അല്ലല്ല ആ റൈറ്റ് ഏത്, ആ ലെഫ്റ്റ് ഏത് എന്നടാ? ഈ ലെഫ്റ്റ്. ആ തിരി അതിന്റെ മുന്നിൽ കൂടെ പോവാ. നല്ല അടിപൊളി വീട് കാണിച്ചു തരാം, മാൻഷൻ. നമ്മൾ വർക്കിനൊക്കെ വേണ്ടി വരുന്ന ഏരിയയാണ്. നമ്മക്കൊന്നും ഇവിടെ ജീവിക്കാൻ യോഗല്ലടാ. ഇവിടുത്തെ വീടുകളൊക്കെ വേറെ ലെവൽ വീടുകളാ. നമ്മളൊക്കെ ഏതോ തൂറ്റിപ്പാറ വരില്ലോ. അതുണ്ടോ നൈസാണ് ഇവിടുത്തെ ഈ നെയ്ബർഹുഡ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒക്കെ അണ്ണന്മാരാണ് ശ്രീലങ്കൻസ്. എല്ലാം ആയ കാലത്ത് വന്ന് പൈസ ഉണ്ടാക്കിയാലാണ്. ഓക്കെ അതൊക്കെ ഉണ്ടാവും. വാഴ ഇവന്റെ പേരുടെ മുന്നിലുണ്ട്. സുധന്റെ അല്ല മറ്റേ ആണിന്റെ എറ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലുണ്ട്. ഒറിജിനല് യൂട്യൂബിന് വേണ്ടിട്ട് ഇപ്പൊ നേരത്തെ പാട്ടടിയതൊക്കെ ഷെയ്നാണ്. ഒരിക്കലും കോപ്പിറൈറ്റ് അടിക്കരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഷെയ്ൻ സെറ്റക്സ്. ഓക്കെ ഇടയിലിട്ടു. റൈറ്റ് അല്ലടാ ലെഫ്റ്റാ? ലെഫ്റ്റ്. എങ്ങനെയുണ്ട് ജിനോ നെയ്ബർഹുഡ്? എങ്ങനെയുണ്ട് ഓടി ഫുഡാണേ. 64 മാപ്പിൽ അടിക്കല്ലേ? ഇനി റൈറ്റ് അല്ല അതല്ല ആ അതന്നെ ഇത് സുധന്റെ. സുധണ്ണ മുന്നിലൊരു വാട്ടർ ഫൗണ്ടനും അതിന്റെ അപ്പുറത്ത് മൂപ്പരെ പാർട്ട്ണർ വരുന്നുണ്ട്. അതാണ് പേരജിനോ. ഏതപ്പേ റിച്ച് പൈസക്കാരെ പേര് എങ്ങനെ ഉണ്ടാക്കുക കാനഡയില്? പിന്നെ ഞങ്ങള് പോണ പേരെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിക്കണ പേരാ. അപ്പൊ പാവപ്പെട്ട നിക്കണ കാണും. അല്ല ഇതൊക്കെ പണിയെടുക്കാം. ഇതല്ല തേവണ്ണന്റെ പേരടെ നമ്മളൊന്ന് വന്നേ. തേവണ്ണന്റെ മാൻഷൻ. ഇതല്ല രണ്ടാമത്തെ, അത് ഫസ്റ്റത്തെ ഗേറ്റ്. അന്ന് ഞങ്ങൾ ഈ ഗേറ്റുമ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നു. ഓട്ടോമേഷൻ കേട്ടോ, മറ്റേ ഗേറ്റ് പെയിന്റ് അടിച്ചാലല്ല. ഗേറ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്. ഇവിടെ അതൊക്കെ ഉണ്ട്. ഫേസ് ഐഡി വെച്ചാല് തുറക്കും. മറ്റേ സെറ്റപ്പ് ആണ്. കേബിളൊക്കെ പുള്ളി ചെയ്തിക്കണേ. ഐറ്റാണേ. ഓക്കെ ഇൻഫിറ്റ് കോർപ്പറേഷൻ എല്ലാ IT സർവീസിനും ബന്ധപ്പെടാം. ഏരിയ എങ്ങനെയുണ്ട്? ഏരിയ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഏരിയ ഇഷ്ടപ്പെട്ടു പറയും. ഗൂസുകൾ അവിടെ എത്തിക്കണേ. എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഉള്ളൊരു സാധനമാണ് ആ ഗൂസ്. ഈ ഗൂസ് ഇന്നലെ ഞങ്ങള് ഒരു ബൈക്ക് പോകുകയാണ് കേട്ടോ. ഇവര് റോട്ടിക്കാണ് ഇറങ്ങിക്കണം. എന്നിട്ട് ഞാൻ മൂടും കുഴിക്കിപ്പോൾ അതൊക്കെ വിലം കുറയും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വിലം കുറയുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓല് വിലം കുറയണത് കഴിയണ വരെ നോക്കിക്കുക. ഓല് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ആയിട്ടുള്ള തൊട്ട് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും നിലയും വിലയാണ് കനേഡിയൻ മണ്ണിൽ ഓൽക്ക്. ഒക്കെ എങ്ങനെ ഡേരി ഇഷ്ടപ്പെട്ടു ഇതിനോ? ഇതിന് ഇഷ്ടപ്പെട്ടു. മൂപ്പർക്ക് നേരല്ല. ഓക്കെ നമ്മള് റോക്ക് പാർക്ക് പോവാ. നമ്മളെ ഉദ്ദേശം അതാണ്. പോയോട്ടെ ഗൈസ്. കാനഡയിൽ ഇത്തരം വീടുകൾക്കാണ് ടൗൺ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. പല തരത്തിലുള്ള വീടുകളാണ് കാനഡയിലുള്ളത്. അതിൽ ടൗൺ ഹൗസുകളുണ്ട്, ബംഗ്ലാവുകളുണ്ട്, മാൻഷൻസ് ഉണ്ട്. അതെ, അതിൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾ ജീവിക്കുന്ന വീടുകളാണ് ബംഗ്ലാവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെങ്കിലും കാനഡയിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ്. ഇത് ടൗൺ ഹൗസ് സെറ്റപ്പ്, ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചുണ്ടാക്കുന്ന പരിപാടി. പിന്നെ പെരും പൈസ അല്ലേ മില്യണേഴ്സ് ഉണ്ടാക്കുന്ന വീടാണ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. സുധൻ്റെ വീട് പറഞ്ഞുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റോക്ക് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെയ്ബർഹുഡ് വളരെ വൃത്തിയുള്ളതും നമുക്ക് കണ്ണിന് കുളിർമയേകുന്നതുമാണ്. നമ്മുടെ യാത്രയെ ആനന്ദ തുന്തിരമാക്കാൻ മലപ്പുറത്ത് നിന്നും ഷെയ്ൻ അവറുകൾ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നേരെ പോയി കഴിഞ്ഞാൽ എവിടേക്കെത്തുന്നറിയോ? നമ്മൾ ചെക്കൻ്റെ പേരേക്ക് റാൻഡ്.
നേരെ പോണം. അത് മാത്രം കിട്ടിയില്ല. അത് കിട്ടില്ല. പോട്ടെ. നല്ലൊരു റെയിൽവേ ക്രോസ്. ട്രക്കിങ്ങിനായി ഒരുങ്ങുന്ന മദാമികൾ. എടി അത് നല്ല റൂട്ടാടാ. എടാ ട്രക്കിന് പറ്റിയ രസമില്ല, നല്ല ട്രയല്. ഇത് റോഗിന്റെ ബാക്കിയാണ്, ഇതൊക്കെ റോഗാണ്. എങ്ങനെ അടുത്തത് ഐഷയുടെ ഒരു ചരിത്ര വിവരണം. മദാമ എന്നുള്ള വാക്ക് ഓക്കെ, മദാമ എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത്? പണ്ട് കൊച്ചിയിൽ എക്സാക്ട്ലി മാഡം. അത് പനും അറിയില്ല. ഓക്കെ, അപ്പൊ പാർക്കിംഗ് ലോട്ട് ഫുൾ ആയിരിക്കാണ്. നമുക്ക് വണ്ടി നിർത്താൻ നിർഭാഗ്യവശാൽ സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗായ്സ് വണ്ടി നിർത്താൻ സ്ഥലമില്ല, പെരയിൽ പോയിക്കോളി എന്ന് പറയാനായിട്ട് വരുത്താൻ നിർത്തിയിട്ടുണ്ട്. വണ്ടി എവിടെയെങ്കിലും ഇട്ടാണ്ട് നടന്നു പോയാലോ? എന്താ ഇപ്പം ചെയ്യുക? പാർക്കിംഗ് ഫുള്ളൊന്നും പറയല്ല മുത്തേ, പ്രകൃതി കാണാൻ ഇറങ്ങിയതാണ്. അതാണ് കാനഡയിലത്തെ കൊറ്റം ഫ്രീക്ക്. നമ്മുടെ നാട്ടിലത്തെ കൊറ്റം ഫ്രീക്കുകളുണ്ടാവരെ അതേമാതിരത്തെ. മുടി നോക്കി നിങ്ങള് നടുവിലോണ്ട് എടുത്താണ്ട് അതിന് പെയിന്റ് അടിച്ചിരിക്കുന്നത്. ചെറിയ കളിയല്ല, കൊറ്റം ഫ്രീക്കാണേ. മെക്സിക്കൻ ഫ്രീക്ക്. നാട്ടിൽ കുട്ടികളായിരുന്നു. കൊറ്റം ഫ്രീക്ക് കണ്ടടിച്ചു. So there's some other parking lots that you could visit, but they might also be full. Okay. I'm not entirely sure. Okay. Thank you. We'll wait anyway. I'll ask you to pull up just because I want to keep cars off. All right. Okay, thank you. നിന്ന് നോക്കണോ വണ്ടികൾ പോകുമ്പോൾ? അപ്പോൾ കുറേ നമ്മളെ മുന്നിലും കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ലോട്ട് ഫുള്ളാണ്. വേറൊന്നുമല്ല, ഇന്ന് ഇവിടെ താങ്ക്സ് ഗിവിങ് ഡേ ആണ്. നമ്മുടെ നാട്ടിൽ ഗാന്ധി ജയന്തി, അതേമാതിരി അല്ല പൊതുവധികളുണ്ടല്ലോ, അന്ന പോലെ ഗാന്ധി ജയന്തി, അതേമാതിരി സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറയുന്ന മാതിരി ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അവധി ദിനങ്ങളിൽ ഒന്നാണ് താങ്ക്സ് ഗിവിങ് ഡേ. താങ്ക്സ് ഗിവിങ് ഡേന്റെ പ്രത്യേകത ഒന്ന് സൂചിപ്പിച്ച എന്താണ്? ഇല്ല ആകെ നമുക്ക് അറിയുള്ളൂ. ഫാമിലിയുടെ വേറെയാണ്. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്ക് താങ്ക്സ് കൊടുക്കാനൊന്നും അറിയില്ല. പക്ഷെ ഈ താങ്ക്സ് ഗിവിങ്ങിന് ഇവര് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ടർക്കി ചിക്കൻ ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് 10 ദിവസമൊക്കെ ഇല്ലാത്ത സാധനം ഫാമിലി എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ പൊതുവധികളും നമ്മളെ സംബന്ധിച്ച് പുതിയ ഓപ്പർച്യൂണിറ്റികളാണ്. എന്താണ് 1.5 പേ റേറ്റ് കിട്ടുന്ന ദിവസമാണ് പണിയെടുത്തു കഴിഞ്ഞാല്. പിന്നെ മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതായത് പൊതുവധിയുള്ള ദിവസങ്ങളിൽ ജോലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡയിൽ നോർമൽ കിട്ടുന്ന ശമ്പളത്തിനെക്കാട്ടിലും ഒരിരട്ടിയും കൂടി അധികം കിട്ടും. 1.5 മിനിമം റേറ്റ് കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ഫെഡറൽ റൂള്. അത് കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ അധിക ലോങ് വീക്കെൻഡുകളും വരുന്നത് തിങ്കളാഴ്ചകളിലാണ്. കാരണം ശനി ഞായർ പൊതുവെ ഇവിടുത്തെ അവധി ദിവസങ്ങളാണ്. അതിന് പുറമെ പൊതു അവധി വരുന്ന ദിവസങ്ങൾ മിക്കവാറും മൺഡേസിലായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, 3 ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കാനുള്ളൊരു സംവിധാനം ആ കാര്യത്തിലൊക്കെ ഇവിടെ ഉഷാറാണ് ഓരോ ഓർഗനൈസിങ്. പിന്നെ ഇങ്ങനെ പൊതുവധി വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പാർക്കിംഗ് ലോട്ട് ഫുള്ളായിരിക്കും, ഒരു റോഡിൽ ഭയങ്കര ആക്റ്റീവ് ട്രാഫിക് ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞങ്ങൾ വരിയിലാണ്, ക്യൂവിലാണ്. എപ്പോൾ വണ്ടി നിർത്താൻ പറ്റുന്നുള്ള അറിയില്ല. അപ്പോൾ ഇനി വണ്ടി നിർത്തിയതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഈ മുന്നിൽ നിൽക്കണ വണ്ടീൻ്റെ ഡ്രൈവർ ഒരു പെണ്ണാട്ടോ. ഇവളെ ഞങ്ങളെ മുന്നിൽ നേരത്തെ സിഗ്നലിലുണ്ടായിരുന്നു. സിഗ്നലിൽ ഞങ്ങളെ മുന്നിലല്ല, ഞങ്ങളെ സൈഡിൽ. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിക്കണ്. ശരിക്കും നമുക്ക് മാറി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവൻ കുറച്ച് നന്മടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വണ്ടി റിവേഴ്സ് ഗിയറൊക്കെ ഇട്ടിട്ട് ബാക്കിക്ക് എടുത്തു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ ഓളെ ഇങ്ങോട്ട് മുന്നിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് എന്തായി, ഓള് നേരെ പാർക്കിക്കാണ് കയറ്റി. എന്നിട്ട് ഇപ്പോൾ ഓള് മുന്നിലും നമ്മൾ ബേക്കിലും. ഇപ്പം എന്താ വെച്ചാൽ ഓളെ വണ്ടി നിർത്തിയിട്ടേ നമ്മളെ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. താങ്ക് യു. കുറച്ചുകൂടി നന്മകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇട്ടുകൊടുക്കും നന്മ. അങ്ങനെ നന്മ തൂറ്റിച്ചാടെ. എല്ലാവരും വീക്കെൻഡ് എൻജോയ് ചെയ്യണം കേട്ടോ. അത് ശരിക്കും കാണാണ്ട്. എന്താടാ നിങ്ങൾ നടത്തൊക്കെ മാറിങ്ങളെ എങ്ങനെയാടാ? ശരി, ഓക്കെ. ശരിക്കുള്ള വഴിയിലൂടെ പോകണം എന്ന് പറഞ്ഞാൽ ഇതിലെ പോകുന്നുണ്ട് തിരിഞ്ഞാണ്ട്. ജി അങ്ങോട്ട് വരാനാ? ഓക്കെ, ശരിക്കുള്ള വഴിയിലൂടെ വാട്ടോ. ഞങ്ങൾ ഇതിലെങ്ങനെ പോവാം. ആടാ, ആയിക്കോട്ടെ. എല്ലാ പട്ടികളും ഒരേപോലെ കാണാൻ.
അല്ല അത് ഡോജാണ് നായി സൂപ്പർ ഡോജ് അതിന്റെ പേര് അതാണ്. ഇത് മീമിലുള്ള പട്ടിയല്ലേ? ഡോജ് ഡോജാണ് ഓലാണ് കിടക്കണത്. പട്ടിത്തൊരു കുറുക്കനാണ് അതൊക്കെ. പോടാ ടച്ച് ചെയ്യാൻ പറ്റുമോ? Can we touch this? നമ്മള് മറ്റേ ഇതിന്റെ കറക്റ്റ് കമ്പിളി പതിപ്പില്ലേ? കറക്റ്റ് കമ്പിളി പതിപ്പ് ഒറിജിനൽ ആണ് പറഞ്ഞത്. Yeah. No, this is just a cast. Okay. This is just what it would look like. Even the skull. Your friend's right here. Skull, yeah. The furs are real. Yeah. Okay. What's your first name? കറക്റ്റ് കമ്പിളി കറക്റ്റ് കമ്പിളി എന്റെ പുതപ്പിന്റെ അതേപോലെ. Good, how are you? Key? The key to the inside? Yeah. Right over here. നൈസ്. Sarah, and how do you spell it, Sarah? വാ ഇങ്ങനെ അതായത് ഈ വിവരമുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കയറും മാപ്പിന്റെ അടുത്തൊക്കെ നിന്നിട്ട് കുറെ ചിന്തിച്ച് നമ്മള് അന്തല്ലാത്ത ടീം ഇങ്ങനെ നേരെ പോകും. അത് വിവരമുള്ള ആൾക്കാർ മാപ്പിന്റെ അടുത്ത് ചിന്തിക്കുന്ന പറഞ്ഞപ്പോ ഓക്കെ വിവരമുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പറഞ്ഞപ്പോ എല്ലാവരും പതുക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കി ഒന്നും ചിന്തിക്കാറുണ്ട്. എന്താ ചെയ്യാ? അവിടുന്ന് ഇങ്ങനെ പോയാ ചോപ്പ് വരുമ്പോ ഇങ്ങനെ പോയിട്ട് പ്ലെയിൻ ക്രാഷ് ആണ്. നമ്മളെപ്പോഴും പ്ലെയിൻ ക്രാഷ് ആയി കണ്ട് സർവൈവലാ. പ്ലെയിൻ ക്രാഷ് ആയാലും ട്രയൽ അങ്ങോട്ടാണ് അതിന്റെ ഉള്ളിൽ കാണാം. ഇവിടെ നോ ട്രസ് പാസിംഗ് ഉണ്ട്. ഇതിലെ പോയി കഴിഞ്ഞാൽ ഉറപ്പ് അടിപൊളി കാഴ്ചകളുണ്ടാവും. അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയേക്കണം. നല്ല രസം. ഓക്കെ പോയേക്കട്ടോ. ഇവിടെ ഒരു പന്തൽ ചില ആളുണ്ടോ കാട്ടിൻ്റെ ഉള്ളില്. കൊറേ ഏഷ്യൻസ് ഉണ്ട്. കേൾട്ടന്നത്ത് പോയൊക്കെ എന്താണ് ഇതിന്റെ ഉള്ളിൽ ലോക്കാലോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടോളി. ഷിബുക്കെ കാട്ടിക്ക് എത്തിയ പോയുള്ളൂ കൂടെ. കളേഴ്സ് നോക്ക് ചിറിച്ചല്ലേ ചിറിച്ചു. സമാധാനല്ല നോക്കടി കളർ നോക്ക്. ഓക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും എന്റെ മാതിരി വേറിൽ പിടിച്ച കുറച്ച് ചെറുക്കന്മാര് വെറുതെ ഒക്കെ അറിയില്ല ഇങ്ങനെ പീത്തും കൊണ്ട് നിക്കണേ. സർക്കിട്ട് പടത്തിലൊരു ചെറുക്കുണ്ട്. അതായത് ആസിഫലിന്റെ സർക്കിട്ടില്ലേ അതിലെല്ലാം ചെറുക്കണ്ടല്ലോ പീത്തനെ ചെറുക്കാം അതിന് പെട്ടാണ് ഇപ്പൊ എന്തോ കണ്ടുപിടിച്ചേക്കണ്. മുള്ളങ്കായ എന്തോ കിട്ടിയാണ്. അതെന്താണ് മുള്ളങ്കായ കിട്ടിയോ എന്തോ നോട്ടെ. കാട്ട് കയറി എങ്ങനെയാണ് വല്ല ചോറില്ല മേത്തൊക്കെ ആക്കല്ല കേട്ടോ. വാടി ഇതെന്ത് സാധനം ഇത് നോക്കാം. നിക്ക് നമ്മൾ ഇങ്ങനെയാണ് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ. ഓക്കെ ഇതെന്താണ്? ഇതിന്റെ പേരാണ് എടാ പൊട്ടാ ഇത് അപ്പൂപ്പന്താടിയാടാ. പോടാർന്ന് കാര്യം പറയും. ഇങ്ങനെയാണ് ഈ അപ്പൂപ്പന്താടി ഉണ്ടാവുന്നത്. ഇതൊക്കെ ഞാൻ എന്താ പറഞ്ഞേ ആണോ? സെയിം പറഞ്ഞില്ലേ. ശരി കേട്ടോ അപ്പൂപ്പന്താടിന്റെ മൂടത് കണ്ടജി. ഞാൻ പറഞ്ഞ കിട്ടിയ ഇതാണ് വാടി. അപ്പൊ ഇതാണ് അപ്പൂപ്പന്താടി. അപ്പൂപ്പന്താടി ഉണ്ടാക്കണ കായ്. യെസ് പിന്നെ അത് അല്പം സയൻസ് ആവാം. ഇതാണ് അപ്പൂപ്പന്താടിന്റെ വിത്ത്. ഓക്കെ ഇതാണ് നമ്മൾ പണ്ട് ഇങ്ങനെ പറത്തി ഹായ് അപ്പൂപ്പന്താടി ഹായ് അപ്പൂപ്പന്താടി. എങ്ങനെ അറിയോ കലാമണി ഇങ്ങനെ വന്നിട്ട് ഹായ് അപ്പൂപ്പന്താടി അങ്ങനെയാണ് സാധനം. വാടി ട്രയല് കിണ്ണം കാശ് ട്രയൽ എങ്ങനെ. പക്ഷെ ഇപ്പൊ തന്നെ ഒരുപാട് മരങ്ങൾ ഇതായി ഇല പൊഴിഞ്ഞു. വാടി മൊട്ടൻ ചെറുക്കന്മാര് നേപ്പാളി കുട്ടികളാ. ഹായ് ഹായ്
ഹായ് ഹായ് ഹായ് അപ്പൂപ്പൻ നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇത് ഫുള്ള് നടന്ന് തീർത്ത് കാണാനൊന്നും പറ്റില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയേക്കാം. ചെറുക്കൻ കുഴങ്ങിട്ടോ. ആ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഓക്കെ ചിർപ്പിച്ചല്ലേ അവിടെ തേങ്ങ ഓടി കളേഴ്സ്. എന്താണ് ഇതാണ് ഇവിടുത്തെ മുള്ളമ്പഴം, നമ്മളെ നാട്ടിലത്തെ മുള്ളമ്പഴം ഉണ്ടാവും അല്ലേ? ഓക്കെ ചുള്ളിക്ക ഓക്കെ. കൂട് എന്താണ് എന്താ പറയാ? ഫാൽക്ക. ഓക്കെ ഓക്കെ ഫാൽക്കൻ. ഓക്കെ ഫാൽക്കൻ്റെ കൂടാന്ന് പറഞ്ഞത്. ഓക്കെ അണ്ണാങ്കോട്ടെ കൂട് വിട്ടിരിച്ചാണ് ഫാൽക്കൻ്റെ കൂടാന്നൊക്കെ. ആ അണ്ണാങ്കോട്ടൻ്റെ കൂട് ചിള്ളിക്കോയി. ഏയ് തൊള്ളി അട് ഇറക്കണ ഓരോന്ന്. ചിള്ളിക്കോയി ചുള്ളിക്കാമ്പ് ഇതൊക്കെ പറയാണ്ട് ചിള്ളിക്കോയാണ് പറഞ്ഞത്. ചിള്ളിക്കോയി. ഓക്കെ ചിള്ളിക്കിളികൾ കുടുംബങ്ങൾ. എന്താണ് മറ്റേ നാട്ടിലിങ്ങനെ കുറെ ഇതിനൊക്കെ മുട്ടട്ടൊക്കെ വെച്ചാള് തന്നെ. ഓക്കെ മുട്ടട്ടേക്കുന്നു. ഓക്കെ ചെറിയ മുട്ടേക്കും ഇവള് മറ്റേ ശരിക്കും എന്തുവാണെന്ന് അറിയോ? ഒരു ക്യാൻവാസിന്റെ പേപ്പർ ഒക്കെ എടുത്ത് ഒറ്റക്ക് വരണം ഇങ്ങനത്തെ. നമ്മൾ അന്ന് പോയപ്പോ അവിടെ അയാള് ചിത്രം വരച്ചല്ലേ? ഞാനൊക്കെ അങ്ങനത്തെ വൈബിൽ എനിക്ക് ഇങ്ങനത്തെ കൂട്ടത്തിൽ പോകണം. ഓക്കെ ഇജ്ജ് ഇടക്കിടക്ക് പോകലുണ്ട് അങ്ങനെ? ഓക്കെ രാത്രി ഇറങ്ങി പോവും പെരീന്ന്. നാട്ടിലൊരു പിരാന്ത് അറിയാന്. എന്താണ് അവിടെ വീഡിയോ എടുക്കാണ്. നല്ല അരുവി. ഈ ട്രയൽ എവിടെ ചെന്ന് അവസാനിക്കാവോ? ഇതൊരു രസമല്ല. ഗോണ്ടോക്ക് അങ്ങോട്ട് നോക്കൂ, ദൂരേക്ക് നോക്കൂ. നല്ല മഞ്ഞ ഇലകൾ. ആടി നല്ല ഭംഗിയുള്ള ഇലകൾ. നൈസ് നൈസ്. നാളെ ഞാൻ അങ്ങനെ നല്ല കാര്യത്തിൽ നല്ല ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ അങ്ങനെ എടുക്കാൻ ബേക്കിന്ന് നാളെ പണിക്കോണ്ടായിരുന്നു. സകല മൂടും പോയി. ട്രിപ്പിൻ്റെ മൂടനെ അളഞ്ഞു. ചങ്ങായി ഓക്കെ ഔഭാഗ്യം. ഈ ആഴ്ച 4 ദിവസം എടുത്താൽ മതി. വാടി വാടി വാടി. ഏതാ നാഷണൽ ജോഗ്രഫിയാ? നാഷണൽ ജോഗ്രഫിയാ? ഒന്ന് കണ്ടോക്കി, നിങ്ങളൊന്ന് കണ്ടോക്കി. ഇതാണ് കാനഡത്തെ ഫാള്. വാടി അതിനിങ്ങോട്ട് മൂഞ്ചു ഞമ്മള്. ഈ സീസണിൽ സ്റ്റക്കായി നിൽക്കണല്ലേ കാനഡ? കുറച്ച് കാലം ലൂപ്പ് പോയിട്ടാണ്ട്. ഇതാണ് ഏറ്റവും ചെറുത്. പെട്ടെന്ന് കച്ചത്. ഇനിയിപ്പോൾ ഒരു അടുത്ത ആഴ്ച വന്ന് നോക്കുമ്പോൾ ഇതിന് ഇത്ര കളറും കൂടി ഉണ്ടാവില്ല, ഒക്കെ പോയിണ്ടാവും. ഓക്കെ നാട്ടിലാണെങ്കിൽ തൂക്കിയിട്ടുണ്ടാവും. എടുത്ത് വിറ്റ് ഇരുമ്പലൊക്കെ വിറ്റുണ്ടാവും. ഗേറ്റ് കൊണ്ടുപോയിട്ട് അല്ലാ. ഞാനും വരും +2 പഠിച്ചുമ്പോൾ ഞങ്ങൾ VMC പഠിച്ചു. വണ്ടൂർ VMC അവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റ് എടുത്ത് വിറ്റു. ഇരുമ്പലൊക്കെ ഗേറ്റ് എടുത്ത് വിറ്റു. കുട്ടികളൊക്കെ പോണവരെ കാത്തുനിന്നാണ്ട് ഒരു 5 മണിയായപ്പോൾ 3:30 ആകുമ്പോൾ സ്കൂൾ വിടും. അത് ഞാൻ പറഞ്ഞ 3:30 ആകുമ്പോൾ സ്കൂൾ വിടും. അപ്പോൾ 3:30 കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം കാത്തുനിന്നു. ഒരു 5 മണി വരെ കാത്തുനിന്നു. കുട്ടികളൊക്കെ ഒന്ന് വയ്യ. എല്ലാവരും കഴിഞ്ഞിട്ട് ഗേറ്റ് എടുത്ത് വിറ്റു. അതെ ആള് കൂടി കഴിഞ്ഞാല് ആള് കൂടില് അത് തമ്മിലൊരു ബന്ധമല്ല. അടക്ക് ഇത് പറയട്ടെ,
അപ്പോൾ അങ്ങനെ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ 3:30 സ്കൂൾ ഇട്ടാണ്ട് 5 മണി വരെ കാത്തുനിന്ന് കണ്ട് നമ്മളടുത്ത് തന്നെ ഒരു പയതിക്കണ വീഡിയോ ഉണ്ടായിനി. പയതിക്കണ വീഡിയോ പറഞ്ഞാൽ സ്ക്രാപ്പ് എടുക്കണ ആട കേട്ടോ. സ്ക്രാപ്പ് എടുക്കണ ആടി പോയാണ്ട് ഗേറ്റ് വിറ്റു 750 റുപ്യക്ക്. എന്നിട്ട് ഇന്ന് ഷാജാൻ്റെ പേടി പോയാണ്ട് ചോറും പീസും നിന്നു. വാടി എന്നെ പരിപാടി ചോറും പീസും ഷാജാൻ്റെ പേടിയിൽ നിന്ന് ഈ ലൈഫ് അതൊക്കെ അതൊക്കെ എൻ്റെ അഴിമതിയിൽ പോയി. ആ ലൈഫിൽ നിന്ന് സുഖം. ഓട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചും എന്ത് അഡ്വഞ്ചറിന് പോകുകയാണ്. അല്ല പാത്താൻ മുട്ടിയാണ്ട് അട്ടങ്ങറായി മൂത്രവെച്ചാൽ ഓടുകയാണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. കാനഡ ആയാലും നാടായാലും കാട്ടിൽ മൂത്രവെച്ചാൽ സുഖം വേറെയാണ്. ഇത് കാവലിക്കണോ? ഞാനും പോട്ടെ, മൂത്രവെച്ചാൽ മുട്ടുണ്ട്. അതായത് ഈ ഔഞ്ഞമ്മ മൂത്രവെച്ചാൽ മുട്ടിയാണ്ട് പിന്നെ ആളെ നടന്നിട്ട് കാര്യമില്ല. ടോയ്ലറ്റൊന്നും ഇവിടെ കാണാനുമില്ല. അപ്പോൾ ഞങ്ങൾ പോയി മൂത്രയിക്കട്ടെ. കാടല്ലേ, മൂത്രവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഒക്കെ പ്രശ്നമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വജ്ജില്ലാത്തതുകൊണ്ടാ. ഓക്കെ, ഈ ട്രയൽ അടിപൊളിയായി അല്ലേ? അവർക്കെന്നെ മൂടാണ്. ദിസ് വാസ് മൈ സജഷൻ. നല്ല പട്ടിയാറുണ്ട് ശരിക്കും ആട് പോലെ തന്നെ. വാടി ഇവിടെ ഇപ്പൊ മുത്തുമണ്ണി കൊണ്ടുവന്നാ മുത്തുമണി മരൊക്കെ കച്ചവടാക്കും. ഒരു കരടി അറ്റാക്ക് വന്നാല് എങ്ങനെ എസ്കേപ്പ് ആവാ? ജിനോ കരടി വന്നു ചോദിച്ചേ ജിതു പറയും കരടി വന്ന എന്റെ എസ്കേപ്പ് പ്ലാൻ പറയും. അങ്ങനെ മരിച്ച ശ്വാസം പിടിച്ചാണ്ട് പിടിച്ചെന്നാണ് മരിച്ച. ഓക്കെ ഓക്കെ, ചത്തമാരി കിടക്കേ. കരടിനെ കണ്ടോ? ഒരു കാര്യമില്ല. കരടി ഞങ്ങൾ പാറമ്പ് പിടിച്ച് കയറുന്നത് എന്തുവാ? ഓക്കെ ഓക്കെ, ഒറ്റ ബുദ്ധി കറക്റ്റ്. അപ്പോൾ ഓക്കെ, ആൻസർ കറക്റ്റായി. ഓക്കെ, ഒരു കൂട്ടം കരടി വന്നാലോ? ഓക്കെ, പൈൻ ഫോറസ്റ്റ് വാഗമൺ പൈൻ ഫോറസ്റ്റ്. വാടി മേലെ കൂടെ മരുന്ന് പറ്റുന്നുണ്ട്. എൻഡോസൾഫാനൊക്കെ ആയിരുന്നു നായ്ക്കളെ. മാജിക് മഷ്റൂം. ഓക്കെ, പോട്ടെ. റോങ് ടേണിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അറ്റാക്ക് ചെയ്യാൻ വരിക. റോങ് ടേണ് റോങ് ടേണിന്റെ ലൊക്കേഷൻ ഓരോ സ്റ്റെപ്പ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടോ. ഓക്കെ, ആദ്യം എന്നെ കൊണ്ടുപോകും ഉറപ്പാ. പൊട്ടന്മാരാണ് ആദ്യം എടുക്കല് എല്ലാ പടത്തിലും. അതിന് ശേഷം ബാക്കിയുള്ള എടുക്കല്. ഓക്കെ, മേനൊക്കെ മരങ്ങള്. വാടി കാണിക്കണ്ടേ ആ റോട്ട്. അടുത്തതായി സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നില്ലേ ആ മരത്തുമ്പോ കയറുന്നോ? ഓടിയാ മതിരാ. ഞാൻ കയറ് എന്നാ ദൂടി. അഡ്വഞ്ചറിന് തയ്യാറാക്കാണ് ബഹുമാനപ്പെട്ട സാദർ ഉസ്താദ്. അന്തകമ്മി എങ്ങാണ്ട് മരത്തുമ്പോ കയറാൻ പോകുന്നുണ്ട്. മരത്തുമ്പോ കയറി ഗൈസ്, അഡ്വഞ്ചർ. വാടി, പണ്ട് ചെറുപ്പത്തിൽ കുറെ പിത്തനാട്ടികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ നിൽക്കണ്ടില്ല കൊണ്ടായിക്കാണ്ട് ഒരു സീനും ഇല്ല. അവിടെ ഓടുക, ഒന്ന് ഓടുക. ഒരു കുഴപ്പമില്ല, ഓടാം, ഒരു കുഴപ്പമില്ല. ഇറങ്ങേണ്ടി വരുമല്ലോ എന്തായാലും. അപ്പം ഇറങ്ങാം. അടിപൊളി സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ചെരുപ്പൊക്കെ കജ്ജിമ പിടിച്ചിട്ട് പേടിച്ചാണ്ട് കജ്ജി പിടിച്ചാണ്ട് സോക്സ് ഇട്ടിട്ടുണ്ട്.
ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞാണ്ട്. ഓക്കെ വാടാ ഞാൻ പിടിക്കാം വാ ഇതൊക്കെ പറഞ്ഞാണ്ട് നമ്മളെ കൊയിഞ്ഞോടും മണത്ത്. ഞാൻ പിടിക്കും ഞാൻ ഉറപ്പായിട്ടും പിടിക്കും. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. ഞാൻ പിടിക്കും വാ സുന്ദരമായിട്ട് ഇറങ്ങാം. ചെരുപ്പിട്ടാണ്ട് തന്നെ പോരും, ഒരു കുഴപ്പമില്ല. പോര് പേടിയാ. എന്നാ പോവല്ലേ, അങ്ങോട്ട് പോവല്ലേ നമ്മള്. ട്രയൽ കണ്ടിന്യൂ ചെയ്യാം. ട്രയൽ വള്ളത്തോട് ചോദിക്കോ, ഞങ്ങൾ റോട്ടിൽ കൂടെ വരാം. ഓക്കെ അപ്പൊ നമ്മൾ നിന്ന് ഇറങ്ങാം. ഇച്ചി കയറി അല്ല നിങ്ങൾ ട്രയൽ പോയി പോരി, ഞാൻ വരാം. തള്ളിടരുത് കേട്ടോ നായി, തള്ളിടരുത്. വെളിച്ചം കിട്ടൂലടാ, വെളിച്ചം കിട്ടൂല. മാറിക്കോ മാറിക്കോ, ഞാൻ ഓടുകയാണ്. ആ വൈഡ് ആംഗിൾ ഇട്ടാനേ. ഓക്കെ മരപ്പത്ത് കയറിയിരിക്കണ അണ്ണാൻ. ഇങ്ങോട്ടിരുന്നപ്പോൾ എന്താ ജാക്കറ്റും ജോടാനൊക്കെ പാടെ വെള്ളത്തിൽ ചാടണാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അവിടുന്ന് നേരെ വെള്ളത്തേക്ക്. ഭൂമി തീർക്കണം. കൗതുകമാണ്, കൗതുകം. പൂമ്പാറ്റിനെ കണ്ട കൗതുകം. എന്താ ഇവിടെ എന്താ ഉണ്ടാക്കണേ? അൻപൂർ പാട്ട്. ഓക്കെ
അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രയൽ കഴിഞ്ഞിട്ടാ. ട്രയൽ കഴിഞ്ഞാണ്ട് പേരേക്ക് തിരിച്ചു പോകാൻ പരിപാടിയാണ്. ഇപ്പം തന്നെ കുഴങ്ങി ഓരോരുത്തർ വള്ളത്തിനൊക്കെ നല്ല വിളിച്ചിട്ടുണ്ട്. നടന്നു കഴിഞ്ഞ് വേറെ ട്രയൽ എടുക്കാറപ്പോൾ വേണ്ട അടുത്തിലോ കയറും. അപ്പോൾ നമ്മളിനി വീട്ടിൽ പോവാണേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ചെയ്യാം. ഇപ്പം തീരെ ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ, ബൈ ബൈ. മനക്കൽ സങ്കരം